അപ്പൊ സൈലത്തിന്റെ ഒരു നെക്സ്റ്റ് ഒരു 5 years പറയുകയാണെങ്കിൽ 2030 വരെ നമ്മളിപ്പം നെക്സ്റ്റ് 2 years എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമ്മൾ എല്ലാ കാറ്റഗറിയിലേക്ക് എത്തി. സോ കാറ്റഗറി എല്ലാ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ നടത്തി. ഓരോ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം K-12 വരെയുള്ള എല്ലാം LKG to 12 വരെയുള്ള അതിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ സെഗ്മെന്റിലേക്ക് നമ്മൾ വന്നു. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെല്ലാം എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് 1-ൽ വരുന്ന കുട്ടി 12 വർഷം സൈലത്തിലുണ്ട്. അപ്പം 12 years. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ വർഷം കൃത്യമായി കൊടുക്കണം. അതിനാണ് നമ്മൾ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് CLTV. CLTVയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, NPS വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, NPS ബെറ്റർ ആക്കുന്നതോടുകൂടി CLTV കൂടിക്കൊണ്ടിരിക്കുക. അതായത് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഒരു ഹോട്ടൽ ബിസിനസ്സിലൊക്കെ ഫോറിനേഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റീജിയണൽ ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ്. കാര്യം അവരെല്ലാം റിപ്പീറ്റഡ് ബിസിനസ് നമുക്ക് വന്നു പോവല്ലേ ഉള്ളൂ, അവർ വണ്ടേ നിൽക്കുക. അപ്പം ചില ആളുകൾ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് ഈ റീജിയണലി വരുന്ന ആളുകളെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകളെ വളരെ ശ്രദ്ധിക്കാതെ മറ്റവരിലേക്ക് കൂടുതൽ ഫോക്കസ് പോകും. അവരെ കൊണ്ട് ടേക്ക് കെയർ അവരുടെ പോകണ്ടെന്നല്ല, അവരുടെ അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പുറത്ത് കൊടുക്കണം. ബിക്കോസ് ഹി വിൽ ബ്രിങ് റിപ്പീറ്റഡ് ബിസിനസ്. അതാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് മെയിൻലി പറയുന്ന കാര്യം. അപ്പൊ CLTVയിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. സാസ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യണം. പെട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാര്യം. വൺസ് ഒരു സ്റ്റുഡന്റ് 6-ൽ വന്നാൽ 7 വരണം, 8-ൽ വരണം, 9-ൽ വരണം, 10 വരണം, 11 വരണം, 12 വരണം. 12 കഴിഞ്ഞാൽ he has to segregate into either NEET or JEE, CMA, PSC, everything. എല്ലാം ഉണ്ട്. UPSC, IELTS, സ്റ്റഡി അബ്രോഡ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫണലാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും, വൺസ് എ സൈലമിൻ ഓൾവേസ് എ സൈലമിൻ എന്നുള്ള ടാഗിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിനെ പറ്റും. അതാണ് നമ്മൾ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് കൂട്ടുക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ഇപ്പൊ നമ്മൾ ഈ ഫണല് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി ഇവർക്കുള്ള എക്സ്പീരിയൻസ് കൂട്ടുക. അതിൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫ്ര നമുക്ക് ഓൺ അല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ സൈലം സിറ്റി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. അത് സൈലം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 acres ഓഫ് ലാൻഡ്, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോസ്റ്റൽസ് പണിയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൃത്യമായി ഒരു 10,000 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലുകൾ. അത് കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ ഒരു ഓപ്പൺ സ്റ്റേജ്, ദെൻ ക്യാമ്പസ്, അവർക്ക് വേണ്ട ക്യാമ്പസും അതിനകത്ത് തന്നെ, ദെൻ സ്കൂള്, ഓൺ സ്കൂള്, നമ്മൾ സൈലം സ്കൂള് നമ്മൾ അതിനകത്ത് വരുന്നു, ഓഡിറ്റോറിയംസ് വരുന്നു. അപ്പൊ ഇങ്ങനെ അതൊരു സിറ്റിയിലേക്ക് കുട്ടികൾക്ക് എന്താണ് ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അവർക്ക് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓൺ ഇൻഫ്ര, നമ്മുടെ ഓൺ ഹോസ്റ്റല് നമ്മൾ തന്നെ പണിയുന്ന നമ്മുടേതായിട്ടുള്ള ഇൻഫ്രയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. എക്സ്പെൻസും കട്ട് ചെയ്യും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് നല്ല വെച്ച് ഫുഡ് അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ഇതാകുമ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുട്ടിക്ക് ഫുഡ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. കിച്ചണൊക്കെ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മൾ ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ നമ്മുടേതായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഫോർ ദ സ്റ്റുഡൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് നമ്മുടെ എക്സ്പെക്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ഒരുപാടുണ്ട് അതിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കി അത് വയബിൾ ആവണമെന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവിടെയും ബിസിനസ് ആസ്പെക്ട്, പക്ഷെ സ്റ്റുഡന്റ് എക്സ്പീരിയൻസിൽ ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. അത് കുറച്ചും കൂടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നമ്മളുടെ ഇപ്പൊ ഏത് കോമ്പറ്റീറ്ററിനും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ അവിടെ മൊത്തത്തിൽ അതിലൊരു ഒരു പുതിയ എക്സ്പീരിയൻസ് വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്ത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അവരെല്ലാം ഒരു സ്ഥലത്താകുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാദർ ചെയ്യിക്കാം, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കാം, അവർക്ക് വേണ്ട കണ്ടന്റുകൾ കൊടുക്കാം. അപ്പം അതെല്ലാം നമ്മുടെ ഓൺ സ്ഥലങ്ങൾ, നമ്മുടെ ഓൺ സിസ്റ്റം ഉള്ളപ്പം നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഭംഗിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് ആ സൈലം സിറ്റി വന്നത്. പിന്നെ നമ്മുടെ ഓൺ സ്കൂളുകൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, കേരളത്തിൽ ഓൺ ഇൻഫ്ര, ഓൺ സ്കൂൾ എല്ലാ ജില്ലകളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇതിന്റെ മിനിയേച്ചർ ഫോമുകൾ നമ്മൾ ഇതൊരു ബിഗർ സിറ്റി സൈലം സിറ്റി കോഴിക്കോട് വന്നാൽ അതിന്റെ മിനിയേച്ചർ ഫോം തൃശ്ശൂർ, കോട്ടയം, ട്രിവാൻഡ്രത്ത് കൊണ്ടുവരിക. ഇങ്ങനത്തെ കുറച്ച് പ്ലാനുകളാണ് നമ്മൾ ഇനി വരും വർഷങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗെറ്റിംഗ് ഇൻ ടു തമിഴ്നാട് ഓൾസോ. തമിഴ്നാട് ഇപ്പൊ നമ്മൾ സേലം, തൃച്ചി, പറയുന്ന കോയമ്പത്തൂർ വി ആർ ദ നമ്പർ 1 റൈറ്റ് നോ. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. മാംഗ്ലൂർ, ദെൻ ഉടുപ്പിയിലേക്ക് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് കർണാടക ടയർ 3 ആ സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതൽ പോവുക. ഇതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് 5 year പ്ലാനിൽ മെയിൻലി ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. കുറച്ച് യൂണിവേഴ്സിറ്റികൾ അല്ല, മൊത്തത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ കോളേജസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കും കൂടെ എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാനിലുള്ളത്. ബാക്കി നമ്മളും നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളത് നമ്മളും ആലോചിച്ചുകൊണ്ടും ഡെയിലി ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്.